യെസ് ഫിഷ് ഓൺ. നല്ല മീൻ കേട്ടോ. യെസ് ഫിഷ് ഓൺ. നമ്മുടെ തൂക്കണാങ്കുരുവിയാണോ കണ്ടോ, കൂണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ. യെസ് ഫിഷ് ഓൺ. യെസ് ഫിഷ് ഓൺ. യെസ് ഫിഷ് ഓൺ. അത് കൊണ്ടാണോ അവനോടാ. നമ്മളിപ്പോൾ കയറി പോകുന്നുണ്ടോ, ഫുള്ള് ഒരു കാട്ടിക്കൂടെയാണ് കേട്ടോ. അത് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. യെസ് ഫിഷ് ഓൺ. യെസ് 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 യെസ്. നിങ്ങളിത് ഈ ഐറ്റം കണ്ടോ, ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഫ്രോഗ് കേട്ടോ. അതായത് നമ്മുടെ ലൂർ ഫാക്ടറി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫ്രോഗുകളാണ്. ഒരുപാട് ഫ്രോഗുകളുണ്ട്. അതായത് ലൂർ ഫാക്ടറിയുടെ ജെറി ഫ്രോഗ് ഉണ്ട്, റാക്കോൺ ഉണ്ട്, ജംഗോ ഉണ്ട്, അതുപോലെ ഒരുപാട് നാച്ചുറൽ ഫ്രോഗ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ജംഗോ ഫ്രോഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളാണ് ഈ ഫ്രോഗിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടി പോകും. നമ്മൾ കുറച്ച് നാളായി മീൻ പിടിക്കാനൊക്കെ പോയിട്ട് അപ്പോൾ നമ്മളൊരു അടിപൊളി വരാൽ ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വെൽ പാക്കഡ് നമ്മുടെ ഫ്രോഗ് വന്നിരിക്കുന്നത് ലൂർ ഫാക്ടറിയുടെ ഈ ഫ്രോഗുകളെല്ലാം തന്നെ വന്നിരിക്കുന്ന അടിപൊളി പാക്കിലാണ്. ബ്ലാക്ക് കളർ ഒരു ഫ്രെയിമിലാണ് സാധനം വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ലൂർ ഫാക്ടറിയുടെ LF എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അതുപോലെ താഴെ ലൂർ ഫാക്ടറിയിൽ നിന്ന് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ലൂർ ഫാക്ടറിയുടെ അതായത് കുറച്ച് തായ്ലാൻഡ് മെയ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തായ്ലാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രോഗ് വന്നേക്കെന്ന് പറഞ്ഞാൽ 7 ഗ്രാംസിന് 4 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് പിങ്കും അതുപോലെ തന്നെ യെല്ലോയുമാണ്. നമുക്കിത് ഫ്രോഗ് അൺബോക്സ് ചെയ്യാം. അതൊക്കെ ഇതേ സെറ്റാക്കി എടുക്കാം. ഇതാണ് നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ജംഗോ ഫ്രോഗ് വന്നത് കേട്ടോ. ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ പിങ്ക് കളർ നമ്മൾ എടുത്തിട്ടുണ്ടോ. രണ്ടും ഒരു നാച്ചുറൽ ലുക്കിലാണ് സാധനം വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി റബ്ബറൊക്കെയാണ് നമ്മുടെ ഫ്രോഗിന്. അത്യാവശ്യം നല്ല പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തായ്ലാൻഡ് പെയിന്റിംഗ് ഒക്കെയാണ്. അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റിയിലാണ് സാധനം വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കി വെച്ചാൽ മതി. നല്ല അടിപൊളി റബ്ബറാണ്. കീറിയൊന്നും പോകുന്നില്ല മീനൊക്കെ അടിച്ചിട്ട്. കാര്യം ഞാനാണെങ്കിൽ ഓൾറെഡി ഇത് മീനൊക്കെ പിടിച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. നല്ല അടിപൊളി ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹുക്കപ്പ്. രണ്ട് സൈഡിലേക്കും അതിൻ്റെ ഹുക്ക് വന്നിരിക്കുന്നത്. നോക്കി, ഒരു ഹുക്ക് ഇവിടെ, ഒരു ഹുക്ക് ഇവിടെ. കാര്യം മീൻ അടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിലാണെങ്കിലും ഹുക്ക് ആയിക്കോളും കണ്ടോ. ഇവിടെയാണെങ്കിലും ഹുക്കാവും, ഇവിടെയാണെങ്കിലും ഹുക്കാവും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് 2 ഹുക്കും കറക്റ്റായിട്ട് കയറും. അങ്ങനെ ഇതിൻ്റെ ഹുക്ക് വന്നിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല അടിപൊളി കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഷാർപ്നെസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വെയിറ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇൻബിൽഡ് ആണ്. ഹുക്കയിൽ അകത്ത് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. വെയിറ്റ് ഒന്നും ഒരിക്കലും പറഞ്ഞു പോകത്തില്ല. ആ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഇൻബിൽഡാക്കി വെച്ചിരിക്കുന്ന വെയിറ്റിൻ്റെ തൊട്ട് താഴെ കൂടെ ഒരു സിവിലിൽ സ്പിറ്ററിങ് ഇട്ടിട്ടാണ് ഒരു സ്പിന്നർ വന്നിരിക്കുന്നത് കേട്ടോ. രണ്ടിനും സെയിം ടെക്നിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഫ്രണ്ടിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സിവിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ഈ ജംഗോ ഫ്രോഗിന് കേട്ടോ. അപ്പം നമ്മുടെ ആണെങ്കിൽ ഈ ഫ്രോഗുകൾ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബർ ലൗഡോസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കേട്ടോ. അപ്പോൾ ക്യാബർ ലൗഡോസിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ അടിയേക്കാം. ആകെപ്പാട് ഇതിന് റേറ്റ് വന്ന് വെറും 280 രൂപ സംതിങ് കേട്ടോ. വെറും അഫോർഡബിൾ ആയിട്ട് പ്രൈസാണ്. നമുക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റിയ വില തന്നെയാണ്. ഈ റേറ്റ് കൂടാതെ നിങ്ങൾക്ക് ഒരു 5% ഡിസ്കൗണ്ട് വേണമെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് ഞാൻ ഇങ്ങനത്തെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ കൂപ്പൺ കോഡ് ആഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 5% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് വെച്ചാണ് മീൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോയേക്കാം. നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ജംഗോ ഫ്രോഗ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അത്യാവശ്യം ക്യൂട്ടുള്ളൊരു ഫ്രോഗ് അല്ലേ. നല്ല ഹുക്കപ്പും ഉണ്ട്. ഓക്കെ, കടിക്കോടാ ആണോ. പോടാ. അതെ അതെ. പശു ഞാൻ ഇറങ്ങി ഓടി വന്നപ്പോൾ പേടിച്ചു. ഇതിനെ അഴിച്ചു വിട്ടേക്കാണോ. കുത്തുന്നല്ലെന്ന് തോന്നുന്നു. പാവാം. നമുക്ക് ഇച്ചിരി റിസ്ക് എടുത്ത് പോയി നോക്കാം. ഉണ്ടോ വെള്ളമോ ഇവിടെയൊക്കെ ഉണ്ടോ. പക്ഷേ താഴ്ചയിൽ തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല. പാൻ്റെ ചെറുതായിട്ട് ഈ ചെളി കയറും. കുഴപ്പമില്ല എന്നാലും. അയ്യോ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട്. ഇച്ചിരി വെള്ളം കൂടുതലാണ്. ശരി, മാറി കയറേണ്ടി വരും. യെസ്, ഇത് പശുവിനോട് വന്ന പുല്ലായി കാണുന്ന ഫുള്ള് കേട്ടോ. പക്ഷേ ഇത് ചെത്താനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പശുക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നിന്നൊക്കെ കിളികൾ പറന്നു പോകും. ഈ ഒരു ഗ്യാപ്പുണ്ടോ. ജമ്പി അടിക്കുന്ന മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു പണ്ടത്തെ പോലെ ഇപ്പോഴേ. ഫിഷോൺ നമ്മുടെ ജംഗോയിലൊരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയ വരാല കേട്ടോ. ഒരിടത്തെ വരാല്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മീൻ ഓൺ ജംഗോ. നല്ല നൈസ് ഹുക്കപ്പ് അയക്കുന്നേ. ഓക്കെ, നമുക്കൊന്ന് അൺഹുക്ക് ചെയ്യാൻ. കാര്യം അവിടെ മീൻ കിടപ്പുണ്ട്. കാര്യം അവിടെ മീൻ കിടന്ന് ഓടുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രോ ഹുക്കപ്പ് അയക്കുന്നുണ്ടോ. നൈസ് ഹുക്കപ്പ് അയക്കുന്നത്. വായിക്കകത്ത് കയറിയിരിക്കുന്ന കേട്ടോ. നമുക്കിത് അൺഹുക്ക് ചെയ്തിട്ട് മീൻ ഇട്ടിട്ട് നമുക്ക് അടുത്ത കാസ്റ്റിംഗ് ചെയ്യാം. കാര്യം നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ വന്ന് രണ്ടാമത്തെ കാസ്റ്റ് നമുക്ക് മീൻ അടിച്ചേ. ഓക്കെ, അൺഹുക്ക് ചെയ്യട്ടെ. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ്. ഹുക്ക് തിരിച്ചിട്ടേക്കാം.
സെറ്റ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ കിട്ടിയ വരാൽ ഇതുണ്ടോ, ചെറിയ വരാലാണ്, ഒരു 100-300 ഗ്രാമൊക്കെ എഴുതുന്നുള്ളൂ. നല്ല നാടൻ വരാല കേട്ടോ. കിടക്കട്ടെ, നമുക്ക് അടുത്തേണ്ട കിട്ടും നോക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, അതൊരു മീൻ എനിക്കൊരു ഫോളോ കിട്ടിയാണ്, പക്ഷേ ആ മീൻ അടിച്ചില്ല. ജസ്റ്റ് നോക്കാം. യെസ്, ഫിഷ് ഓൺ. നല്ല മീൻ കേട്ടോ. അപ്പം നമ്മുടെ ജങ്കോയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അടുത്ത മീൻ ഇത് നല്ല വരാലോ കേട്ടോ, അടിപൊളി. അപ്പം നമ്മുടെ ഓമ്പോ അപ്പോൾ അതെ നമ്മുടെ ജങ്കോയുടെ യെല്ലോ കളറിൽ അടുത്ത മീൻ അടിച്ചു. നല്ല കിണ്ണപ്പിടുത്ത് പിടി ഉണ്ടായിരുന്നോ? ഇതേ അടിപൊളി സൈസ് വരാലോ കേട്ടോ. 1/2 കിലോ മണ്ട എന്ന് വരാലോ കേട്ടോ. ഒരു 700 ഗ്രാമൊക്കെ വരും കേട്ടോ. നല്ല പ്രോപ്പർ ഹുക്കപ്പ് അയക്കുന്നേ. ഇതുണ്ടോ, വായിക്കാത്ത ഹുക്ക് അയക്കുന്നേ. നമുക്ക് എന്തായാലും ഗ്രിപ്പർ ഇടാം. അപ്പോൾ അതെ നമുക്കിപ്പോൾ കിട്ടിയ വരാലും കണ്ടോ, നല്ല അടിപൊളി സൈസ് വരാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 1/2 കിലോ മണ്ട എന്ന് വരാലോ, ഒരു 3/4 കിലോ ആയിരിക്കും. നല്ല അടിപൊളി ഫൈറ്റിങ് കിട്ടിയെന്ന് കേട്ടോ. വായിക്കാതെ നമ്മുടെ ജങ്കോ ചെയ്യുന്നു, നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത്. നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അൺഹുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. നല്ല ഹുക്ക, പ്ലെയർ എടുക്കേണ്ട വരും ചിലപ്പോൾ. അതില്ല, വേണ്ട. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗ് കേട്ടോ, നല്ല അടിപൊളി. 2 മീൻ അടിച്ച് 2 നമുക്ക് കരയെ കയറി. ഒരെണ്ണം ചെറുതായിരുന്നു, ഇത് നല്ല വലുത് കേട്ടോ. നമുക്കിതിൻ്റെ ഫ്രോഗൊന്ന് റബ്ബറൊന്ന് സെറ്റപ്പ് ആക്കാം. ഓക്കെ, നമ്മുടെ ഫ്രോഗ് അത്യാവശ്യം നല്ല ഹുക്കപ്പ് ഉണ്ട്, നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഹുക്ക് മുഴുവൻ ഇതാ കയറുക, ഇങ്ങോട്ടൊരു കീറലായിട്ടുള്ളൊന്നുമില്ല. കാര്യം ലൂർ ഫാക്ടർ ഫ്രോഗിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണുള്ളത് നമുക്ക് ഇപ്പോൾ കിട്ടിയ വരാൽ നല്ല കിണ്ണം കാച്ചി വരാലോ കേട്ടോ, നല്ല സൈസ് വരാലാണ്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് അടുത്ത കാസ്റ്റിംഗ് നല്ല ഹെവി സൈസ് വരാലോ കേട്ടോ. ഇതുപോലെ ഒരെണ്ണം കിട്ടുന്ന പൊളിയായിരിക്കും. നമ്മളതേ വേറെ സ്പോട്ട് തരുന്നുണ്ട്, അവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ കാണുന്നുണ്ട് കണ്ടോ. കാര്യം ഇവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആ ഒരു വരാൽ പോടി കേട്ടോ. പ്രതീക്ഷ ഇല്ലാത്തടത്തു നിന്നൊക്കെ ആയിരിക്കും കൂടുതലും മീൻ അട്ടിക്കാൻ ചാൻസ്. സ്ട്രൈക്ക്. ചെറിയ മീനാണ് കേട്ടോ. യെസ്, ഫിഷ് ഓൺ. അപ്പോൾ അതേ നമ്മുടെ ജങ്കോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. വൈറ്റ് കളറിൽ വരാൽ 3 തവണ നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ മീൻ, എന്നിട്ട് നമുക്ക് കയറിയത് കേട്ടോ. നാടൻ വരാലല്ല ഇത്, വിയറ്റ്നാം മീൻ തോന്നിട്ട് ഭയങ്കര വൈറ്റ് കളർ. നിങ്ങൾ നോക്കി. ഓക്കെ, നമ്മുടെ ഇന്നത്തെ 3ാമത്തെ മീൻ കേട്ടോ, ജങ്കോ. നല്ലയിടത്ത് നല്ല മിഴുങ്ങി വെച്ചിട്ടുണ്ട് ഫ്രോഗ്. ഇതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് മിഴുങ്ങിയിട്ടുണ്ട്. നല്ല ഹുക്കപ്പ്. കാര്യം അഗ്രസീവായിട്ട് ഒന്ന് വിശന്ന് കിട്ടേ നമുക്കിത് ഫ്രോഗ് ഒന്ന് അൺഹുക്ക് ചെയ്യാം കേട്ടോ. ഫ്രോഗ് അൺഹുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രോഗ് പഴയ പൊസിഷനിലേക്കാക്കാം. കാര്യം എനിക്കറിയാമെന്ന്, കാര്യം ഒരു വൈഡായിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു കണ്ടോടെ. കാര്യം അങ്ങോട്ടെല്ലാം പാല് കാരണം ഇവിടെ തെളിവുണ്ടോ, ഇവിടെ മീൻ കയറി നിൽക്കുമെന്ന് എനിക്കറിയായിരുന്നു, അങ്ങനെ എറിഞ്ഞതാണ്. ഓക്കെ, ഫ്രോഗ് നമ്മൾ പഴയ പൊസിഷനിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നല്ല വെള്ളവരാൽ വെള്ളവരാലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി വെള്ളവരാല കേട്ടോ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഒന്നുകൂടി എറിഞ്ഞോ. കാര്യം ഒത്തിരി നമുക്ക് സമയം കളയാനില്ല, വെയിൽ വീഴുന്നതിന് അടുത്ത സ്പോട്ടിൽ പോകണം. കാര്യം ഇനി മീൻ കാണാൻ ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചാടിച്ചാടി വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു മീനൊന്നുമല്ല ഇങ്ങനെ കയറി നിൽക്കുന്നത്. നമ്മുടെ തൂക്കണാങ്കുരുവിയാണോ ഉണ്ടോ, കൂണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിനിടയ്ക്ക് എല്ലാം കൂടെ കേട്ടോ, അവരുടെ എല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ആ കുരുവിയുടെ അവിടെ ഉണ്ടോ, തൂക്കണാങ്കുരുവി അല്ല, വേറൊരു കുരുവി കേട്ടോ, നിറച്ചുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതിനിടയ്ക്ക് നടന്നു, നമുക്ക് അവിടെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്ക് ഈ സൈഡിലേക്കൊന്ന് അപ്പോൾ അത് കയറിഞ്ഞെറിഞ്ഞ് നോക്കാം. കാര്യം ഇങ്ങനെയുള്ള സൈഡിലേക്ക് ഉണ്ടല്ലോ വരാൽ കയറി നിൽക്കും. ഒരു മീൻ അടിക്കും ചിലപ്പോൾ കേട്ടോ, ഈ സൈഡിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ. യെസ്, ഫിഷ് ഓൺ. യെസ്, ഫിഷ് ഓൺ, ഫിഷ് ഓൺ.
അടുത്ത മീൻ അടിച്ചു. സത്യം പറഞ്ഞാൽ മീൻ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറ ഓഫാക്കി, ക്യാമറ ഓണായിരുന്നു. അപ്പോൾ നമ്മുടെ ജങ്കോയിൽ അടുത്ത മീൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ജസ്റ്റ് ശകലത്തിനായിരിക്കും പോയേക്കുന്നത്. എന്തായിരിക്കും അവിടെ നമുക്ക് അൺഹുക്ക് എന്തൊക്കെയാണുള്ളത്. നമ്മുടെ ജങ്കോയിൽ ഒരു അടിപൊളി ഒരാൾ നമുക്ക് അടിച്ചിട്ടുണ്ട്. 1/2 കിലോ സൈസ് വരുന്ന ഒരാൾ കേട്ടോ. ഫ്രോ ഒന്ന് അൺഹുക്ക് ചെയ്യാം. നമുക്ക് ഫ്രോ ഒന്ന് മാറ്റിയേക്കാം. കാര്യം അടുത്ത ഫ്രോ ഇടാം, മറ്റേ കളർ ഇടാം. കാര്യം എല്ലാം മീനെല്ലാം കയറുന്നുണ്ട്. നല്ല 2 ഫ്രോയിലും മീൻ പിടിക്കാൻ രസമായിരിക്കും. അതായത് നമ്മുടെ ജങ്കോ. ഓക്കെ, യെല്ലോ കളർ നൈസൊരു നാടൻ വരാൽ കണ്ടോ. ഓക്കെ, ഇവിടെ ജസ്റ്റ് കിടക്കട്ടെ. നമുക്ക് ആ മീൻ അടിച്ചതിൻ്റെ അപ്പുറത്ത് ചിലപ്പം മീൻ ചിലപ്പോൾ കാണും. ഓ എന്നാ ആക്ഷനാ. ഫിഷോൺ അത് കൊണ്ടാണോ അവനോടാ. അപ്പോൾ നമ്മുടെ ജങ്കോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമില്ലല്ലേ. ഈ ഫ്രോയിൽ അടിക്കുന്നതല്ല ഹെവിയാ. എല്ലാം അടിക്കുന്നുണ്ടല്ലേ, എല്ലാ സൈസും അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജങ്കോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഹുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഫ്രോ എടുത്തിടാവേ. ഇതുണ്ട് ഫ്രോവിൻ്റെ ഹുക്കപ്പ് അയക്കുന്നുണ്ടോ. ഇതുണ്ടോ നല്ല അടിപൊളി ഹുക്കപ്പ് അയക്കുന്നത് നമ്മുടെ ജങ്കോ. റെഡ് കളർ, യെല്ലോ കളർ, യെല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് എന്നൊരു കളർ കേട്ടോ. കൊള്ളാം. ഹുക്കപ്പം കാര്യങ്ങളൊക്കെ എല്ലാ മീനും അടിച്ച് കയറി കേട്ടോ. ചെറിയ വരാൽ വരെ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇത് നമുക്കിപ്പോൾ കിട്ടി വരാൽ കേട്ടോ. ഒരു 1/2 കിലോ കാണുമായിരിക്കും. ഒരു 450-500 ആ സൈസ് എന്ന് വരാൽ കേട്ടോ. ഹെഡ് കയറിയുന്നുണ്ടോ. അപ്പോൾ ഇവിടെ കിടക്കട്ടെ. നമുക്ക് മറ്റേ ഫ്രോവിൻ്റെ കയ്യിലുണ്ട്. അതായത് നമ്മുടെ പിങ്ക് കളർ. പിങ്ക് അല്ല, ഇതിൻ്റെ കളർ പർപ്പിളൊന്നും അല്ല. ആ പിങ്ക ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കവർ നമുക്ക് ബാഗിൽ തന്നെ വെച്ചേക്കാം. നമ്മുടെ യെല്ലോ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ പിങ്ക് നമുക്കെടുത്ത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, സെറ്റ്. നമ്മൾ യെല്ലോ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ പിങ്ക് എടുത്തിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലാണ് അങ്കപ്പുറപ്പാട്. ഇതിലൊക്കെ അടിച്ചാൽ പിന്നെ നോക്കണ്ട, ഹുക്കപ്പ് കണ്ട. അപ്പോൾ അതേ നമ്മുടെ വരാൽ ഇവിടെ കിടക്കട്ടെ. നമുക്ക് പിങ്ക് വെച്ച് നിറഞ്ഞു നോക്കാം. കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. ആക്ഷനൊക്കെ സെയിം തന്നെയായിരിക്കും. കാസ്റ്റിങ്ങൊക്കെ പക്കയായിരിക്കും. കാര്യം ഇപ്പം മീൻ അടിച്ച് ടൈറ്റായിട്ട് നിൽക്കുക. കൊള്ളാം. നോട്ട് ഇപ്പോൾ അടുത്ത് പോയിട്ട് പോകുന്ന ആക്ഷൻ കണ്ടോ. നല്ല ആക്ഷൻ ഉണ്ട് ഗൈസ്. വെയിലെന്ന് പറഞ്ഞാൽ അസഹനീയമായതുകൊണ്ട് നമ്മളാണ് തിരിച്ച് കയറിപ്പോയേക്കുവാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ ജങ്കോയുടെ യെല്ലോ കളർ നമുക്ക് കുറച്ച് മീൻ കിട്ടിയത്. ഏകദേശം 5-6 മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിങ്കിൽ ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ. പിങ്ക് കളറിൽ നമുക്ക് കയറ്റിയിട്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒന്ന് നോക്കാം. കാര്യം ഭയങ്കര വെയിലായിപ്പോയി. നമുക്ക് മീൻ കിട്ടിപ്പോയാൽ ഉറപ്പായിട്ട്. ഈ കുളത്തിലൊക്കെ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോക്കാം, വേറെ സ്പോട്ടിൽ പോകാം കേട്ടോ. ഓക്കെ, വെയിലെന്ന് പറഞ്ഞാൽ അവിടെയായി കേട്ടോ. സൂര്യൻ കണ്ടോ പെട്ടെന്ന് തന്നെ മുകളിൽ പൊങ്ങി വരും. കാര്യം 9 മണി ആയെങ്കിലും ഉള്ളെങ്കിലും ഉച്ചയുടെ ഒരു ഫീലാണ് വരുന്നത്. വേർത്ത് കുളിച്ച് നിൽക്കുക. അതാണ് വീട്ടോട്ട് പോയേക്കാം. നമ്മളാണെങ്കിൽ ഡേ 2 വന്നേക്കോട്ടെ. നമ്മുടെ ജങ്കോ ഫ്രോ ഒക്കെ ആയിട്ടോ, പിങ്ക് കളറൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കയറി പോകുന്നുണ്ടോ. ഫുള്ള് ഒരു കാട്ടിക്കൂടെ കേട്ടോ. അത് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നല്ല ഭംഗി കേട്ടോ. കാറ്റൊക്കെ അടിക്കുമ്പോഴേ അതിൻ്റെ പൂവൊക്കെ നിൽക്കുന്നുണ്ടോ. ഒരു നല്ല ഭംഗിക്കാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനുണ്ടല്ലോ ഇവിടെ ഫുള്ള് കിളികളുടെ സൗണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ, പറക്കുന്നുണ്ടോ. ഇത് ഫുള്ള് തൂക്കണാങ്കുരുവിലാണ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് നെസ്റ്റ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ആ കാണുന്ന ഒരു നെസ്റ്റാണ്. ഇതുണ്ട്, അതൊരു നെസ്റ്റാണ്. നിങ്ങൾക്ക് അതുണ്ട് തൊട്ടടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഒരു നെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നുമില്ല, ഇറങ്ങിപ്പോയതാണ്. ഇവിടെ എല്ലാം പറക്കുന്നുണ്ട് കേട്ടോ. ഇത് പക്ഷേ നമ്മുടെ ഈ ബ്രൈഡൊക്കെ പറഞ്ഞാൽ പൊട്ടിപ്പോസിച്ച ഒരു സാധനം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരു കൂടിനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് കാസ്റ്റ് വേണ്ടി പോകുന്നത്. അത് ഈ കാണുന്ന തോട് കണ്ടോ. നമുക്ക് ഈ തോട് വഴി ഇറങ്ങി നടന്ന് നിറഞ്ഞിറങ്ങി പോകാം. ഇപ്പോൾ ഡേ 2 ഫസ്റ്റ് കാസ്റ്റ്. ഇവിടെ വരാൽ പൂടി പോവുകയും ചെയ്തു കേട്ടോ. നമ്മൾ ഏറെടുക്കുന്നുണ്ടോ വരാലുകളാണ്. നമ്മുടെ ജങ്കോയിൽ ഒരു അടിപൊളി വരാൽ അടിച്ചിട്ടുണ്ട്. റെഡ് കളറിൽ കേട്ടോ, പിങ്ക് കളറിൽ. എൻ്റെ പൊന്നെ കിട്ടിയൊരു ടോപ്പ്. അതായത് നമ്മൾ യെല്ലോ മാറ്റിയിട്ട് റെഡ് എടുത്തിടുകയും ഹെവി വൺ അടിച്ചു കേട്ടോ. 1 കിലോ കാണുമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. റോഡ് വെച്ച് മീനെ ഇരുട്ടായിട്ടുണ്ട്. ഇത് കണ്ടോ സൈസ് വൺ. മതിയില്ല ഇത് ഒരെണ്ണം. ഒരു ദിവസം ഇത്രയും ഒരെണ്ണം കിട്ടിയാൽ മതി. സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ആരുമില്ല. അല്ലെങ്കിൽ മീനെ ശരിക്കും നിങ്ങളെ കാണിച്ചു തരായിരുന്നു. എന്നെ ഫൈറ്റ് കിട്ടിയെന്നറിയോ. ഇത് കണ്ടോ ഫ്രോ ഹുക്കപ്പ് അയക്കുന്നുണ്ടോ. നമ്മുടെ
ജുങ്കോ ജംഗോ നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ഫ്രോ കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി ഹുക്കപ്പായിരുന്നു. മീൻ ഒരു മിനിറ്റ് കിടക്കാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങോട്ട് പോയാൽ നമുക്ക് എങ്ങനെയും പിടിച്ചെടുക്കാം. ഇവിടെ പോയാൽ പോയി. ഫ്രോ നമുക്ക് പഴയ പൊസിഷനിലേക്ക് ഒന്നാക്കാം. ഇവിടെ മീനെ കാണിച്ചു തരാം കേട്ടോ. റബ്ബറെ കൂടെ കയറിയിരിക്കണം, ഞാൻ വലിച്ചിട്ടേക്കുന്നത്. കീറി ഇട്ടേക്കുക, എന്നാലും കീറിയൊന്നും പോകത്തില്ല. ഇത് കണ്ടോ നമ്മുടെ ഫ്രോഗ്, സൂപ്പർ ഹുക്കപ്പെടുണ്ടോ. നമ്മുടെ മീനെ കാണിച്ചു തരാം. നോക്കിക്കോണം, സൈസ് നോക്കിക്കോണം. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുക. കിണ്ണം കാച്ചി വരാൽ, നല്ല സൈസ് കണ്ടോ, ഹെവി സൈസ് വരാൽ, ജോയിൻ്റ് വരാൽ. അപ്പോൾ നമുക്കിത് അത്യാവശ്യം ന്യായമായിട്ട് 2 ഫ്രോഗിലും മീൻ കിട്ടി. ഈ ഫ്രോഗെ നമ്മൾ ഒരെണ്ണം പിടിച്ചോളും. അടിപൊളി സൈസ്. അപ്പോൾ നമുക്ക് അടുത്ത കാസ്റ്റിംഗേക്ക് പോകാം. അടിപൊളി. ഇതുകൊണ്ടോ വളരെ ഭംഗി കേട്ടോ, ഭയങ്കര ഭംഗി കേട്ടോ. ഇതിൻ്റെ അരയുടെ അത്ര ലെവൽ നിൽക്കുകയാണ്. ഉറപ്പായിട്ടും നല്ല ഒന്നാം തരം പാമ്പം കാണും ഭംഗിയുടെ കൂടെ തന്നെ. നല്ല സൂപ്പർ രസം ഇടക്കണം തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പും ഉണ്ട്. ഇറങ്ങി വന്ന് അടിക്കടാ മീനെ. ചെറുതാടാ, നമ്മുടെ ജക്കോയിൽ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. കുഞ്ഞു വരാലോ, കുഞ്ഞു മീനാടാ. കളഞ്ഞേക്കല്ലോ, റിലീസ് ചെയ്തേക്കാം അല്ലേ. ഇത് കണ്ടോ ഇവിടെ ഈ നമുക്കിതാ കിട്ടിയേക്കുന്നത്. വലുതും കിട്ടി, ചെറുതും കിട്ടി. അപ്പോൾ നമ്മൾ നല്ല സന്ധ്യയായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ മീനെ നമ്മൾ റിലീസ് ചെയ്യുവാണ്. വലിപ്പം കണ്ടല്ലോ, കുഞ്ഞു വരാലോ കേട്ടോ, തീർത്ത് കുഞ്ഞാണ്. ഹുക്ക അതെ ഇതുണ്ട്, കൈ പിടിക്കാൻ പോലും വലിപ്പമില്ല. പക്ഷെ ഇതിനെ വായിന്ന് ഇത് റിലീസ് ചെയ്യുന്നതല്ലടാ. ഇതുണ്ടോ ഹൂറുകന്നല്ലോ, നിസ്സാരം ഹുക്കപ്പേ ഉള്ളായിരുന്നു. കണ്ണലൊന്നും കയറിയുണ്ട്, 2 കണ്ണിനും ഓക്കെയാണ്. അപ്പം നമുക്ക് ഇവനെ ഇങ്ങോട്ട് ഇട്ടേക്കല്ലടാ. അവിടെ നിന്ന് പോകാൻ നല്ല സാരിക്കും കാണാൻ. നോക്കണേ, കണ്ടോ നല്ല അടിപൊളി വെള്ളം ക്ലിയർ ആയതുകൊണ്ടേ പോകുന്ന നല്ല ഭംഗിയുണ്ട്. അടിച്ചോ, ചെറുതല്ലടാ, അവരെ വായി കിടന്ന മീൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജക്കോയിൽ പിങ്കിൽ നമ്മൾ 2 മീൻ പിടിച്ചു. ഒരെണ്ണം അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു, ഒരെണ്ണം ചെറുത് നമ്മൾ റിലീസ് ചെയ്തു. കാര്യം സന്ധ്യ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കാസ്റ്റിങ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യും കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എറിഞ്ഞിട്ട് പോയില്ല. എന്നെ സംഭവം അറിയാം, ബ്രൈഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടേ. അതിനാ മോനെ ഉദ്ദേശിച്ചേ. സൂര്യനൊക്കെ നല്ല രീതിക്ക് അസ്തമിച്ചു കേട്ടോ. നോക്കിയാൽ നല്ലൊരു ക്ലൈമറ്റ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല അവിടെ കേട്ടോ. നമ്മൾ ഒരു കണ്ടത്തിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. അഖിലിനെ കിട്ടി കണ്ടത്തിൻ്റെ അടയ്ക്കുന്നു. അവൻ അതുവഴി കറങ്ങി വന്ന് ഞാൻ ഇതിലെ കൂടെ ഇങ്ങനെ വന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. നമുക്ക് ഇന്നലെ നമുക്ക് കുറച്ച് മീൻ കിട്ടി. നമ്മുടെ ജംഗോൻ്റെ യെല്ലോ കളറിൽ നമുക്ക് ഇന്നലെ കുറച്ച് മീൻ കിട്ടിയായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് വന്ന വേറൊരു സ്പോട്ടിലായിരുന്നു. നമുക്കിത് പിങ്കിൽ നമുക്ക് 2 ഒരാളെ കിട്ടി. ഒരെണ്ണം നമ്മൾ റിലീസ് ചെയ്തു, അത്യാവശ്യം നല്ല ഹെവി ഒരെണ്ണം നമ്മുടെ ബാഗ് കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഇനി കാണിക്കാനുള്ള സമയമൊന്നുമില്ല, കാര്യം നമുക്ക് ഒത്തിരി നടന്നു പോകാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഫ്രോഗ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫ്രോ ആണ്. നല്ല ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കാര്യം ഒറ്റ മീൻ അടിച്ചിട്ട് നമുക്ക് മിസ്സായി പോയില്ല. അപ്പോൾ നമുക്ക് ഹെവി വരാലും കയറി, ചെറിയ വരാലും കയറി, എല്ലാ മീനും എല്ലാ സൈസുള്ള മീനും നമുക്ക് ഈ ഫ്രോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നല്ല 2 അടിപൊളി ഫ്രോകളാണ്. 2 കളറല്ല, ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ക്യാബർലോഡോസ് സാധനമുണ്ട്. വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുന്ന ബെൽ ബട്ടൺ എവിടെയൊക്കെ എവിടെ വെക്കുകയാണ് നമ്മുടെ വെറൈറ്റി നല്ല അടിപൊളി വീഡിയോസൊക്കെ എന്തൊക്കെ നോട്ട് ചെയ്യും. ഇഷ്ടം ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നമുക്കൊരു അടിപൊളി കാണാം. ബൈ ജിങ്കോ.